യെസ്, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് എത്തിയിട്ടുണ്ട്. വേവ് ഓപ്റ്റിക്സ് ആൻഡ് EM വേവ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ വേവ് ഓപ്റ്റിക്സ് ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് വെയിറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഓപ്റ്റിക്സിൽ മോസ്റ്റ്ലി നമ്മളോട് പറയുന്നത് 5 മാർക്സ് ആണ് ഒറിജിനലി അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. മോഡൽ എക്സാമിന് നമ്മൾക്ക് വന്നിട്ടുള്ളത് 5 മാർക്കിന് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, വേവ് ഓപ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേവ് ഓപ്റ്റിക്സിൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് പബ്ലിക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അകത്ത് ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. റെഡി? യെസ്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അതിലും നല്ലത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ നിങ്ങൾ +2 സയൻസ് അതായത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പം +2 സയൻസ് കേരള ബോർഡ് എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. +2 സയൻസ് കേരള ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് +2 സയൻസ് കേരള ബോർഡ്. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ടാബിൻ്റെ താഴെ പബ്ലിക് 2025 എന്നൊരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ മൊത്തം സബ്ജക്ട്സുകളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഓരോ സബ്ജക്ട്സിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ നിങ്ങളിങ്ങനെ തപ്പി കണ്ടുപിടിക്കേണ്ടേ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരൊറ്റ പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സബ്ജക്ട്സും ഒരേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അപ്പോൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും വീഡിയോസും ഒക്കെ അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. റെഡി? സോ വേവ് ഓപ്റ്റിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൂടെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകാം കേട്ടോ. സോ ഫസ്റ്റ് ഇറ്റ്സ് അബൌട്ട് വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. അതായത് ക്വസ്റ്റ്യൻ കൊടുക്കാത്തതിന് ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ വേവ് ഫ്രണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ഡിഫൈൻ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് എ വേവ് ഫ്രണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് ഗീവ് എക്സാമ്പിൾസ് എന്നോ അല്ലെങ്കിൽ ഈ ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാണ് ഒരൊറ്റ സ്ലൈഡ് കൊടുത്തത്. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ലോക്കസ് എന്ന് നമ്മൾ പറയും. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പോയിന്റ്സ് എന്നർത്ഥം. ഓക്കെ, അതായത് പ്ലെയിൻ അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പോയിന്റുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ആ വേവ് ഫ്രണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഒന്ന് പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് ആണെങ്കിൽ അത് സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. ലൈൻ സോഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും. സോഴ്സ് ഫ്രം ഇൻഫിനിറ്റി ആണെങ്കിൽ അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് എന്ത് ചെയ്യാം, നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് എന്ത് ചെയ്യാം, സോഴ്സ് തന്നിട്ട് അതിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം കേട്ടോ. അടുത്തത് ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഇസ് ഓൾവേസ് ഡാഷ് ടു ദ വേവ് ഫ്രണ്ട്. അതായത് വേവും വേവ് ഫ്രണ്ടും തമ്മിൽ ഓൾവേസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഡിഫൈൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, എക്സ്പ്ലെയിൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് ദി സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസസ് വിച്ച് എമിറ്റ്സ് ദെയർ ഓൺ വേവ്ലെറ്റ്സ് called secondary wavelets. അതായത് ഓരോ വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സെക്കൻഡറി വേവ്ലെറ്റുകൾ ഉണ്ടാക്കും. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് വിൽ സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. അതായത് വേവ് ഏത് ഡയറക്ഷനിൽ പോകുന്നോ അതേ ഡയറക്ഷനിൽ ഈ സെക്കൻഡറി വേവ്ലെറ്റുകളും എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. എന്നിട്ടോ ഈ സെക്കൻഡറി വേവ്ലെറ്റുകളുടെ എല്ലാവരുടെയും കോമൺ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പുതിയ വേവ് ഫ്രണ്ട് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ഹൈഗൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹൈഗൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ 2 ഡെറിവേഷൻസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുക, രണ്ടാമത്തേത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ we are proving laws of reflection ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് യൂസിങ് ഹൈഗൻസ് തിയറി പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൂവ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിക്കാം. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യും. ഈ സർഫസിലേക്ക് ഇനി വരുന്നത് ലൈറ്റ് റേസ് ആണ് കേട്ടോ. ലൈറ്റ് റേസ് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഒരു ലൈറ്റ് റേ വന്നിട്ട് പോയിന്റ് എയിലെത്തും. അതായത് ഒരു ലൈറ്റ് റേ വന്നിട്ട് എന്ത് ചെയ്യാണ്, പോയിന്റ്
എയിലെത്താണ്. അപ്പോൾ ഒരു ലൈറ്റ് റേ വന്നിട്ട് പോയിന്റ് എയിലെത്തുന്ന സമയം കൊണ്ട് മറ്റൊരു ലൈറ്റ് റേ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? പോയിന്റ് ബിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും റേസ് ആണല്ലോ, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പം നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കാം. കാരണം വേവ് ഫ്രണ്ടും വേവ് എപ്പോഴും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ഓറഞ്ച് ലൈൻ എന്താണ് ആക്ച്വലി? ഇത് നമ്മുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ആഫ്റ്റർ എ ടൈം ടി, ഒരു ടി സമയത്തിന് ശേഷം എന്ത് നടക്കുമെന്നറിയോ? ടി സമയത്തിന് ശേഷം നമ്മുടെ ബിയിലുള്ള വേവ് എന്ത് ചെയ്യുന്നുണ്ടാകും? ബി ഡാഷിലേക്ക് എത്തും. ബിയിൽ നിന്ന് എവിടേക്ക് എത്തും? ബി ഡാഷിലേക്ക് എത്തും. അതേസമയം എയിൽ നിന്ന് എവിടേക്ക് എത്തും? എ ഡാഷിലേക്ക് എത്തും. ഓക്കെ, ഇതൊക്കെ നടക്കുന്നത് ഒരു സമയം ടി വെച്ചിട്ടാണ്. ഒരേ മീഡിയത്തിലാണ് രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത്. വി വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽ ചെയ്തിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ടി സമയം കൊണ്ട് വി വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? വി ഈക്വൽ ടു എക്സ് ബൈ ടി ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? വി ടി ആയിരിക്കും അല്ലേ? ബി ടു ബി ഡാഷും എ ടു എ ഡാഷും ഒരേ സമയം കൊണ്ടാണ് പോകുന്നത്, ഒരേ വെലോസിറ്റിയിലാണ്. അപ്പോൾ ഈ ബി ബി ഡാഷ് വി ടി ആണ്. അതേപോലെ തന്നെ എ ഡാഷ് എന്താണടാ? വി ടി ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് എ ഡാഷിൽ നിന്ന് ബി ഡാഷിലേക്ക്. അപ്പം നിങ്ങൾ നോക്കിക്കേ എന്താ ഇത്? നമ്മുടെ റേസ് എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോയി. ഓക്കെ, നമ്മുടെ റേസ് എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോയി. അപ്പം നമ്മൾ ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന സമയത്ത് ഇത് രണ്ടും റിഫ്ലക്റ്റഡ് റേസ് ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇയാൾ ആരായിരിക്കും? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കുള്ളത് ആംഗിൾസ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ആംഗിൾസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു നോർമൽ നമ്മൾ വരയ്ക്കും. ഇവിടെയും നമ്മളൊരു നോർമൽ വരയ്ക്കും. രണ്ട് സൈഡിലും നമ്മൾ ഓരോ നോർമൽസ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് നമ്മുടെ ഇൻസിഡന്റ് റേ, ഇത് നോർമൽ. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇത് വേവ് ഫ്രണ്ട് ആണ്, ഇത് വേവ് ആണ്. ടോട്ടൽ 90 ആണ്. ഇത് ഐ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 മൈനസ് ഐ ആയിരിക്കും. ഇനി നോക്കിയേ, ഇത് നോർമൽ ആണ്, ഇത് നമ്മുടെ സർഫസ് ആണ്. ടോട്ടൽ 90 ആണ്. ഇത്രയും ഭാഗം 90 മൈനസ് ഐ കൊണ്ടുപോയാൽ ഇത്രയും ഭാഗം എന്തായിരിക്കും? ഇത് ടോട്ടൽ 90 ആണ്. അപ്പോൾ ബാക്കി ഭാഗം എന്തായിരിക്കും? 90 മൈനസ് ഐ ആയിരിക്കും. അത് എത്രയാ? 90 മൈനസ് 90 പ്ലസ് ഐ. അപ്പോൾ 90 ക്യാൻസൽ ചെയ്യും. ഫൈനലി എന്തുണ്ട്? ഐ ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കടാ? ഐ എന്ന ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇത് നോർമൽ ആണ്. ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ആർ അല്ലേ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ആയിരിക്കും. ഇത് വേവ് ഫ്രണ്ട് ആണ്, ഇത് വേവ് ആണ്. ടോട്ടൽ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 മൈനസ് ആർ ആയിരിക്കും. ഓക്കെ, എടാ ഇത് 90 മൈനസ് ആർ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് ടോട്ടൽ 90 ആണ്. അപ്പോൾ ഇത് 90 മൈനസ് ആർ ആണ്, അതായത് 6 ആയിരിക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഫിഗറും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ഒന്ന് എ ബി ബി ഡാഷും എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആവണം, അല്ലെങ്കിൽ രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആവണം, അല്ലെങ്കിൽ 3 സൈഡ് ഈക്വൽ ആവണം, അല്ലെങ്കിൽ 3 ആംഗിൾസ് ഈക്വൽ ആവണം. ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? SSA തിയറം, SSS തിയറം. അതായത് SSS എന്ന് പറയുമ്പോൾ 3 സൈഡ്, SSA എന്ന് പറയുമ്പോൾ 2 സൈഡ് ഒരു ആംഗിൾ, SAA എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 2 ആംഗിൾ. അങ്ങനെയൊക്കെയാണ് ഈ തിയറത്തിന് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എ ബി ബി ഡാഷും എ ഡാഷ് ബി ഡാഷും ആണ് കേട്ടോ. സോ കൺസിഡറിങ് ട്രയാങ്കിൾ എ ബി ബി ഡാഷും അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷും ആണ്. ഇനി നമ്മൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി ബി ഡാഷിൽ ശ്രദ്ധിക്കണേ, എ ബി ബി ഡാഷിൻ്റെ അകത്തും എ ഡാഷ് ബി ഡാഷിൻ്റെ അകത്തും ഈ ഒരു സൈഡ് ഇതാ എ ബി ഡാഷ് എന്ന സൈഡ് രണ്ടിലും ഉണ്ടല്ലോ, രണ്ടിലും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി ഡാഷ് ഇവിടെ ഉണ്ട്, എ ബി ഡാഷ് ഇവിടെ ഉണ്ട്, കോമൺ ആണ്. ഓക്കെ, കോമൺ ആണ്. ഇനി എന്താ കാണാൻ പറ്റുക? എടാ നിങ്ങൾ നോക്കിയേ, ബി ബി ഡാഷ് എന്താണ്? വി ടി ആണ്. എ ഡാഷ് എന്താണ്? വി ടി ആണ്. അതും എഴുതാം. ബി ബി ഡാഷ് എന്താണ്? വി ടി ആണ്. അതേപോലെ തന്നെ എ ഡാഷ് എന്താണ്? വി ടി ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയി കേട്ടോ. ഇനി നമുക്ക് ഒരു ആംഗിൾ ഉണ്ടോ എന്ന് നോക്കാം. ആംഗിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയതാ, ഇത് വേവും ഇത് വേവ് ഫ്രണ്ടും അല്ല. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആണ്, ആംഗിൾ എ ഡാഷും എന്താണ്? 90 ഡിഗ്രി ആണ്. അത് നമുക്ക് പറയാം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എ ഡാഷ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പം നിങ്ങൾ നോക്കിയേ, രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയി. അപ്പം നമുക്ക് എന്ത് പറയാം? ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് ടു ഈച്ച് അതർ എന്ന് പറയാം അല്ലേ? ദേ ആർ
കോൺഗ്രുവൻറ്റ് ടു ഈച്ച് അതർ. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുകളിലെയും 3 സൈഡുകളും 3 ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്താ പറയാം? ഈ ട്രയാങ്കിളിലുള്ള ആളാണ് ഐ, അപ്പുറത്തെ ട്രയാങ്കിളിലുള്ള ആളാണ് ആർ. സോ യു ക്യാൻ സേ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഫ്രാക്ഷനും പ്രൂവ് ചെയ്യുന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രൂവ് ദ സ്നെൽസ് ലോ എന്നായിരിക്കും, അല്ലെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഗർ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും, ഒരു സർഫസ് ഉണ്ടാവും. ഈ സർഫസിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് എന്ത് ചെയ്യുക? ഈ പരിപാടി നടക്കുക. 2 മീഡിയം ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് മീഡിയം ഇത് ഒന്നാമത്തെ മീഡിയം ആയിട്ട് എടുക്കും, ഇത് രണ്ടാമത്തെ മീഡിയം ആയിട്ട് എടുക്കും. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n2 എന്ന് എടുക്കും. ഇവിടുത്തെ വെലോസിറ്റീനെ നമ്മൾ v1 എന്ന് എടുക്കും. ഇവിടുത്തെ വെലോസിറ്റീനെ നമ്മൾ v2 എന്ന് എടുക്കും. ഓക്കെ, എന്നിട്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് റേസ് വരും. ലൈറ്റ് റേസ് വരുന്ന സമയത്ത് ഇതാ ഒരു ലൈറ്റർ എന്ത് ചെയ്യുന്നു? പോയിന്റ് എയിലെത്തുന്നു. ആ സമയം മറ്റേ ലൈറ്റർ എവിടെ എത്തുള്ളൂ? പോയിന്റ് ബിയിലേക്ക് എത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇയാൾ എന്തായിരിക്കും? ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, ഇനിയാണ് അടുത്ത, അതായത് ഒരു ടൈം ടിക്ക് ശേഷം എന്ത് സംഭവിക്കും? ആഫ്റ്റർ എ ടൈം ടിക്ക് ശേഷം ബി എന്ത് ചെയ്യും? ബി ഡാഷിലേക്ക് എത്തും. അതേസമയം എ എന്ത് ചെയ്യുന്നുണ്ടാവും? എ ഡാഷിലേക്ക് എത്തുന്നുണ്ടാവും. ഓക്കെ അല്ലേ? റെഡി? എടാ ബി ടു ബി ഡാഷ് എടുക്കുന്ന സമയം ടി ആണ്, എന്നാൽ വെലോസിറ്റി ഏതാ? v1 ആണ്. അപ്പോൾ ബി ഡാഷ് എത്ര ആയിരിക്കും? v1 × t ആയിരിക്കും. ഓക്കെ, ഇനി എ ഡാഷിലേക്ക് എത്തുന്നത് സെയിം ടൈം ആണ്, പക്ഷെ വെലോസിറ്റി ഏതാണ്? v2 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? v2 × t ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ആഫ്റ്റർ എ ടൈം ടി നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ടാവും. ഇതൊന്നും പ്രശ്നമില്ലല്ലോ. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുന്നതാ? ബി ഡാഷിൽ നിന്ന് എ ഡാഷിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലർ എന്തായിരിക്കും? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആംഗിൾസ് മാർക്ക് ചെയ്യാണ്. ആംഗിൾസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരയ്ക്കണം? നോർമൽ വരയ്ക്കണം. സോ നോർമൽ ഞാൻ ഇവിടെ ഒരു നോർമൽ വരച്ചു. ഇവിടെ ഒരു നോർമൽ കൊടുത്തു, ഇവിടെ ഞാനൊരു നോർമൽ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യണേ. നോക്കിക്കോ, ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, നോർമൽ ആണ്, ഇത് ആംഗിൾ ഐ ആയിരിക്കും. അപ്പോൾ ഇത് വേവ് ഫ്രണ്ട്, ഇത് റേ ആണ്, ഇത് 90 - i ആയിരിക്കും. എടാ ഇതും 90 ആണ്, ഇത്രയും 90 - i ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 - 90 - i, അതായത് ആംഗിൾ ഐ ആയിരിക്കും. ഓക്കെ, ഇനി നേരെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് നോർമലി, ഇത് ആംഗിൾ എന്തായിരിക്കും? r ആയിരിക്കും. ഇത് വേവ് ഫ്രണ്ട്, ഇത് വേവ് ആണ്, ടോട്ടൽ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 - r ആയിരിക്കും. എടാ ഇതും തമ്മിൽ ടോട്ടൽ 90 ആണ്. ഇയാൾ 90 - r ആണെങ്കിൽ ഈ ആംഗിളോ 90 - 90 - r, അതായത് r ആയിരിക്കും. ഓക്കെ, റെഡി. ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് ആംഗിൾസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ? സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സൈൻ ഐയും സൈൻ ആറും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ട്രയാങ്കിൾസ് ഇവിടെയും കൺസിഡർ ചെയ്യണം. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബി ഡാഷ് ആണ്, രണ്ടാമത്തത് എ ഡാഷ് ബി ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾസ് ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ എ ബി ബി ഡാഷ് ഉണ്ടാവും, അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷും ആണ്. റെഡി? ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. എ ബി ബി ഡാഷിൽ നിന്ന് ഞാൻ സൈൻ ഐ കാണാൻ പോവാണ്. സൈൻ ഐ ഞാൻ കാണുന്ന സമയത്ത് സൈൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഈ ട്രയാങ്കിൾ ഇവിടെയല്ലേ 90 ഡിഗ്രി വരിക, വേവും വേവ് ഫ്രണ്ടും. അപ്പോൾ ഇതായിരിക്കും ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ സൈൻ ഐ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിലുള്ളത് v1t ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഏതാ? എ ബി ഡാഷ് ആണ്. അപ്പോൾ സൈൻ ഐ ഇസ് ഈക്വൽ ടു v1t ബൈ എ ബി ഡാഷ് എന്ന് കിട്ടും. ഇനി താഴെയുള്ള ട്രയാങ്കിളിന് ഞാൻ എന്ത് ചെയ്യുന്നു? സൈനാർ കാണുന്നു. സൈനാർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് v2t ആണ്, ഹൈപ്പോട്ട്ന്യൂസ് വരുന്നത് എ ബി ഡാഷ് ആണ്. സോ സൈനാർ ഇസ് ഈക്വൽ ടു v2t ബൈ എ ബി ഡാഷ് ആണ്. ഇനി എന്ത് ചെയ്യാം? സൈൻ ഐ ബൈ സൈനാർ കാണാം. സൈൻ ഐ ബൈ സൈനാർ എന്ന് പറയുമ്പം രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v1t ബൈ എ ബി ഡാഷ് ബൈ v2t ബൈ എ ബി ഡാഷ് ആണ്. ഓക്കെ, ടി ക്യാൻസൽ ചെയ്യുന്നു, എ ബി ഡാഷ് ക്യാൻസൽ ചെയ്യുന്നു. ഫൈനലി v1 ബൈ v2 എന്ന് കിട്ടും. ഓക്കെ ആണോ? പക്ഷെ ഇതെന്തല്ല? കോൺസ്റ്റന്റ് അല്ല. കാരണം v1 ഉം v2 എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല. കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, n ഈസ് ഈക്വൽ ടു c ബൈ v. അപ്പോൾ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c ബൈ v1 ആണ്, n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c ബൈ v2 ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് എഴുതാം? v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c ബൈ n1 ആണ്. ഇവിടുന്ന് v2 ഇസ് ഈക്വൽ ടു c ബൈ n2 എന്ന് എഴുതാം. ഇത് രണ്ടും അപ്പുറം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c ബൈ n1 ആണ്, v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c ബൈ n2 ആണ്. c ക്യാൻസൽ ചെയ്യും. 1 ബൈ n1 ബൈ 1 ബൈ n2 ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n2 ബൈ n1. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ഇതാണ്
പരിപാടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 പ്രൂഫ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് പബ്ലിക് എക്സാമിന് കേട്ടോ. റെഡി ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇനി നമ്മൾ പറയുന്നത് ഇൻഡർഫറൻസിലേക്കാണ്. അതായത് ഇൻഡർഫറൻസ് എന്ന് പറയുമ്പോൾ 2 വേവുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫിനോമിനയാണ് ഇൻഡർഫറൻസ്. ഇൻഡർഫറൻസ് പറയുമ്പം എല്ലാ വേവ്സിനും എന്തുണ്ടാക്കാൻ പറ്റില്ല? ഇൻഡർഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇൻഡർഫറൻസ് ഉണ്ടാക്കുന്ന വേവുകൾ എന്ന് പറയുന്നത് കൊഹറന്റ് സോഴ്സസ് ആണ്. സോ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഇൻഡർഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊഹറന്റ് സോഴ്സസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മതി. അതായത് സോഴ്സസ് വിച്ച് ഷുഡ് ബി ഓഫ് സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, സെയിം വേവ് ലെങ്ത് ആയിരിക്കണം, സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അതേപോലെ സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ലൈറ്റ് സോഴ്സിന് മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഡർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കട്ടോ, വാട്ട് ആർ കൊഹറന്റ് സോഴ്സസ് എന്നും ചോദിക്കാം. ഇത് പലവട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സോഴ്സ് വിച്ച് എമിറ്റ്സ് എ ലൈറ്റ് വേവ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഫേസ് ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അങ്ങനത്തെ ലൈറ്റ് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹറന്റ് സോഴ്സസ്. ഇങ്ങനത്തെ സോഴ്സസ് ആണ് എന്തുണ്ടാക്കുന്നത്? ഇൻഡർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് എന്നൊരു ടേം വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് അവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് കിട്ടുന്നുണ്ട്. അതിൽ ഈ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത്, അതിനാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബീറ്റ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇക്വേഷൻ ഇസ് ലാംഡ ഡി ബൈ സ്മോൾ ഡി. ലാംഡ ഡി ബൈ സ്മോൾ ഡി. ഇതിൽ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റിൻ്റെ വിഡ്ത്താണ് കേട്ടോ. അതായത് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് സ്മോൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതായത് നമ്മുടെ ഡാർക്ക് ഫ്രിഞ്ചിലേക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇവിടെ നോക്കിയേ, ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.08 centimeter and the screen is placed 1 meter away. Find the distance between the central fringe and the fifth bright fringe if wavelength of the light used in the experiment is 500 nanometer. ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക? നമുക്ക് ന്യൂമറിക്കൽസ് കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് എഴുതി വെക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്ലിറ്റ്സ് സെപ്പറേറ്റഡ് ബൈ 0.08 ആണ്. അതായത് സ്മോൾ ഡിയുടെ വാല്യൂ ഉണ്ട് 0.08 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സ്മോൾ ഡിയുടെ വാല്യൂ, സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.08 സെൻറ്റിമീറ്റർ ആണ്. ഇനിയുള്ളത് സ്ക്രീൻ 1 മീറ്റർ എവേ ആണ്. അതായത് ക്യാപിറ്റൽ ഡി തന്നത് 1 മീറ്റർ എന്നാണ്. ഇനി എന്താ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഫ്രിഞ്ച് ആൻഡ് ദ ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്. എടാ, സെൻട്രൽ ഫ്രിഞ്ചും ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? 5ാമത്തെ ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ജനറൽ ഫോമിൽ എന്താ? n ലാംഡ ഡി ബൈ ഡി ആണ്. അപ്പോൾ 5ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആകുമ്പോൾ എന്താ? 5 × ലാംഡ ഡി ബൈ ഡി ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത് അല്ലേ? ഇനി അതിലേക്ക് എന്തും കൂടെ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തും കൂടെ തന്നിട്ടുണ്ട്. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 500 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി സ്മോൾ ഡി ഇവിടെ കൊടുക്കുക, ലാംഡ ഇവിടെ കൊടുക്കുക, ക്യാപിറ്റൽ ഡി ഇവിടെ കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഈ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക, താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, താഴെ കമൻറ്റ് ചെയ്യുക. ശരിയുത്തരം പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുക. എൻ്റെ വക ഒരു ഹാർട്ടും തരാം. ഓക്കെ, റെഡി. സോ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, നമ്മളുടെ ഫ്രിഞ്ച് വിഡ്ത്തിലേക്കും ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി. ഇങ്ങനെ ഫ്രിഞ്ച് വിഡ്ത്തിലേക്കും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യന് ചോദിച്ചേക്കാം. അതും ജസ്റ്റ് വാല്യൂസ് തരും, ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇൻഡർഫറൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാഫ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ 2 എന്ത് വരയ്ക്കും? ആക്സസുകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സസ് വരയ്ക്കുമ്പോൾ 2ഉം വേണം കേട്ടോ, നെഗറ്റീവും പോസിറ്റീവും വേണം. ഇവിടെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി മാർക്ക് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഡിസ്റ്റൻസ്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് വരയ്ക്കാൻ പോകണം? റിലേഷൻ വരയ്ക്കാൻ പോകണം. അതായത് ഇത് ഇൻഡർഫറൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചിനും എല്ലാ ഡാർക്ക് ഫ്രിഞ്ചിനും ഒരേ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഓക്കെ, റെഡിയാണോ? ദാ ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരേ ഇൻറ്റൻസിറ്റി ആണ്. ഗ്രാഫ് എന്തായിരിക്കണം? യൂണിഫോം ഗ്രാഫ് ആയിരിക്കണം ഇൻറ്റൻസിറ്റിയുടെ ഗ്രാഫ്. ഇനി അത് ഡിഫ്രാക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് എന്ത് ചെയ്യുന്നറിയോ? ചെറിയൊരു ഡിഫറൻസ്, അതായത് ഡിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇൻറ്റൻസിറ്റി വരയ്ക്കുന്ന സമയത്ത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിന് മാത്രം നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും. പിന്നീട് പോകുമ്പോൾ പിന്നെയും കുറയും, കുറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എന്തിൽ സംഭവിക്കുക?
ഡിഫ്രാക്ഷൻ്റെ കേസിൽ സംഭവിക്കുക. അപ്പോൾ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഗ്രാഫുകൾ വരച്ചേക്കാം ഡിഫറൻസ് ആയിട്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത്, ഇൻ്റർഫറൻസിൻ്റെ കേസിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്, ഈക്വൽ ആണ്. ഡിഫ്രാക്ഷൻ്റെ കേസിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഇൻറ്റൻസിറ്റിയും എന്താണ്, ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻറ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് വേവ്സ് പ്രൊഡ്യൂസ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കോൾഡ് right regions called fringes. Regarding the fringe width, choose the correct statement എന്നാണ്. അതായത് ഇൻ്റർഫറൻസിലെ ഫ്രിഞ്ച് വിഡ്ത്തും ഡിഫ്രാക്ഷനിലെ ഫ്രിഞ്ച് വിഡ്ത്തും നമ്മളെ ഡിഫറൻസ് ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക? Obviously, interference fringes are of equal width and diffraction fringes are of different width. അല്ലേ? ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക. റെഡി? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ പ്ലെയിൻ പോളറൈസ് ലൈറ്റ്? അതായത് നമ്മൾ ഇനി പോളറൈസേഷനിലേക്ക് കടക്കുവാണ്. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും, ലൈറ്റ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഒറ്റ ഡയറക്ഷനിലേക്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോളറൈസേഷൻ. സോ ഒരു പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് എ വേവ് ആർ പ്രസന്റ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഇസ് സെറ്റ് ടു ബി എ പ്ലെയിൻ പോളറൈസ് ലൈറ്റ്. അതിനൊന്ന് കുറച്ചുകൂടി നന്നാക്കി പറഞ്ഞാണ് കേട്ടോ. അതായത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഒറ്റ ഡയറക്ഷനിലാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ലൈറ്റിനെയാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ ഒരു ലൈറ്റ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് മാത്രമേ പോളറൈസേഷൻ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിലേ പോളറൈസേഷൻ നടക്കുള്ളൂ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് മാത്രം എന്ന് പറയുമ്പം ട്രാൻസ്വേഴ്സ് വേവുകൾക്ക് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, പോളറൈസേഷൻ നടക്കുകയുള്ളൂ. സോ ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്ത് നോക്കിയാൽ മതി, പോളറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയും ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. വിച്ച് പ്രോപ്പർട്ടി ഡിഫൈൻസ് ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്? അതായത് ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സും ഒരു ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ടാവുക. അപ്പോൾ ഉറപ്പല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ത് നടക്കില്ല, പോളറൈസേഷൻ നടക്കില്ല. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, പോളറൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേവ് ഓപ്റ്റിക്സ് എന്ന് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്, കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്സ് ആണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. എന്നാൽ മോഡലിന് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 3 മാർക്സിന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മറക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം +2 സയൻസ് കേരള ബോർഡ് എടുക്കുക. അതിൽ പബ്ലിക് 2025 പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും എല്ലാത്തിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു 99 റുപ്പീസിന് നമ്മളുടെ ഒരു റാപ്പിഡ് റിവിഷൻ ബാച്ച് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിലുള്ള ആപ്പിലുള്ള കംപ്ലീറ്റ് കണ്ടന്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ലൈവ് ഉണ്ട്, വൺ ഷോട്ട് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ എക്സസൈസസ് ആൻഡ് സൊല്യൂഷൻസ്, മോഡൽ എക്സാം, ഇയർ വൈസ് PYQ, മൈക്രോബിറ്റ് നോട്ടുകൾ, ചാപ്റ്റർ വൈസ് PYQ, ഇതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 99 റുപ്പീസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ കണ്ടന്റും നമ്മുടെ ആപ്പിലുള്ള വീഡിയോസ്, അതായത് ചാപ്റ്ററിൻ്റെ വീഡിയോസും കണ്ടന്റും ഒക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ. അല്ലാത്തവർക്ക്, അതായത് കോഴ്സിന് ഇല്ലാത്തവർക്ക് ഈ പറയുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി EM വേവ്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിൽ നിന്നാണ് നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എക്സിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് വേവ് ആണ്. അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് C = E0/B0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലം ചോദിക്കാം. കാരണം നിങ്ങൾക്ക് E0 തരും, എന്നിട്ട് B0 കാണാൻ പറയും, അല്ലെങ്കിൽ B0 തരും, എന്നിട്ട് E0 കാണാൻ പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിയുടെ വാല്യൂ ഇസ് ഓൾവേസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വാക്വത്തിലൂടെ, ഫ്രീ സ്പേസിലൂടെ അല്ലെങ്കിൽ എയറിലൂടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും എല്ലാ കേസസിലും ഉണ്ടാവുക. അത് വെച്ചിട്ടുള്ള റിലേഷൻ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തരാം, ആ വാല്യൂ തന്നേക്കാം, ചിലപ്പോൾ അത് തരില്ല എന്ന് തന്നിട്ടില്ല എന്ന് വിചാരിച്ച് പണങ്ങിയിട്ട് എഴുതാതിരിക്കരുത്. അതിൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. C = E0/B0 ആണ്.
ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. An electromagnetic wave travels in free space with a velocity of 3 × 10⁸ meter per second. At a particular point in space and time, magnitude of intensity of electric field is 6.3. What is the magnitude of magnetic field? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാണാൻ വലിയ ഗെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, E0യുടെ വാല്യൂ തന്നിട്ടുണ്ട് 6.3 ആണ്. ചോദിച്ചത് എന്താ, B0 കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. C = E0/B0 ആണ്. B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, E0/C ആണ്. E0യുടെ വാല്യൂ എത്ര, 6.3 ബൈ സിയുടെ വാല്യൂ എത്ര, 3 × 10⁸. അപ്പോൾ ഫൈനലി എത്ര വരും, 2.1 × 10⁻⁻8 ടെസ്ല. യൂണിറ്റ് ഇടണം കേട്ടോ, ടെസ്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കാണാൻ പറയും. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തരും, എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കാണാൻ പറയും. ഇവിടെ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് റെപ്രസെന്റഡ് ആസ് EX = EM sin KZ - ωt. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ EX = EM sin KZ - ωt ആണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇവിടെ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. EM എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഇനി Z - KZ - ωt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് അല്ലേ. നമ്മുടെ വേവ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, അവിടെ Z- ആണെങ്കിൽ വേവ് പോകുന്നത് പോസിറ്റീവ് Z ആക്സിസിലാണ്, Y- ആണെങ്കിൽ പോസിറ്റീവ് Y ആക്സിസ്, Y+ ആണെങ്കിലോ നെഗറ്റീവ് Y ആക്സിസിൽ, X+ ആണെങ്കിലോ നെഗറ്റീവ് X ആക്സിസ്. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേവ് കാണണമെങ്കിൽ ഒരു വഴിയാണ് ഉള്ളത്. അത് ഏതാണെന്നറിയോ, നമ്മളുടെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് E×Bയുടെ ഡയറക്ഷനിലായിരിക്കും. E×Bയുടെ ഡയറക്ഷൻ, അതായത് ഇയുടെയും ബിയുടെയും ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ഡയറക്ഷനിലാണ് ആര് പോവുക, നമ്മുടെ വേവ് പോവുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വേവിൻ്റെ പ്രൊപ്പഗേഷൻ മൂന്നും എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ നിങ്ങൾക്ക് അറിയാം, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് ആണ് ഉണ്ടാവുക, XY Z. ഓക്കെ, ഇത് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പം I×J ആണ്, അതായത് നിങ്ങൾ ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് വിചാരിക്കുക. I×J ആണെങ്കിൽ ആൻസർ K ആയിരിക്കും, K ക്യാപ്പ് ആയിരിക്കും. K×I ആണെങ്കിൽ ആൻസർ J ക്യാപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ J×K ആണെങ്കിൽ ആൻസർ I ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആണ്. റെഡി, ഇനി അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ദാ ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. K×J ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആൻസർ -I ആണ്. J×I ആണെങ്കിൽ ആൻസർ -K ആണ്. I×K ആണെങ്കിൽ ആൻസർ -J ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ആൻസർ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്, വേവിൻ്റെ ഡയറക്ഷൻ അറിയാം, Z-, അതായത് പോസിറ്റീവ് Z ആക്സിസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ K ക്യാപ്പ് ആണ്. അപ്പോൾ K ക്യാപ്പ് = ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, X ആക്സിസിലാണ്. അപ്പോൾ ഇതെന്താ, I ക്യാപ്പ്. അപ്പോൾ I ക്യാപ്പിനോട് എന്തോന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ K ക്യാപ്പ് കിട്ടണം. I ക്യാപ്പിനോട് എന്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് K ക്യാപ്പ് കിട്ടുന്നത്, J ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബിയുടെ ഡയറക്ഷൻ ഏതിലാണ്, J ക്യാപ്പ് അഥവാ Y ആക്സിസിലാണ്. സോ BY മനസ്സിലായോ, റെഡി. BY = ഇവിടെ EM എഴുതുന്നതിന് പകരം നമ്മൾക്ക് എന്ത്, BM എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്കറിയാം C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EM/BM ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, BM = EM/C എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, EM/C സൈൻ. ഇതിൽ മാറ്റം ഉണ്ടാവോ, ഇല്ല, കാരണം രണ്ടും സെയിം വേവ് ആണ്, വേവിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ലല്ലോ. സോ സൈൻ KZ - ωt എന്നാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തരും, എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് തരും, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണാനൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇനി നമ്മളോട് ചോദിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു 4 എണ്ണം മിനിമം പഠിച്ചു വെക്കണം. ഓക്കെ, സോ 4 എന്ന് പറയുമ്പം ഒന്ന്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്സിലറേറ്റഡ് ചാർജസ് ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ആക്സിലറേറ്റഡ് ചാർജസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റേഷനറി ചാർജസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ദേ ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്തിൻ്റെ ആവശ്യമില്ല, മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇവരുടെ ഓസിലേഷൻ്റെ ഡയറക്ഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. അവർക്ക് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എല്ലാവരും സെയിം ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുക ആൻഡ് ദേ ആർ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പോൾ ഒരു 4-5 എണ്ണം മിനിമം പഠിച്ചു വെക്കുക. മോസ്റ്റ്ലി ഒരു 2-3 എഴുതാനേ ചോദിക്കുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൻ്റെ കാതൽ സത്ത് എന്നൊക്കെ പറയുന്ന ഒരു പാട്ടാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാമെന്ന് പറയുമ്പം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്.
ഏത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഓർഡർലി അറേഞ്ച്മെൻറ്റ്, വേവ് ലെങ്ത്തിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതിൽ 7 വേവ്സ് ഉണ്ട്: ഗാമാറേ, എക്സ്റേ, യു വി റേ, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്. ഈ 7 വേവ്സിൻ്റെയും പ്രൊഡക്ഷൻ അതേപോലെ തന്നെ യൂസസ്, ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ മോഡലിന് എന്താ ചോദിച്ചത്, സെല്ലുലാർ ഫോൺസിൻ്റെ വേവ് ഏതാ, അങ്ങനെയല്ലേ ചോദിച്ചേ, മനസ്സിലായോ? റഡാർ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് നാവിഗേഷൻ്റെ വേവ് ഏതാ, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആ രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ആദ്യം മുതൽ നോക്കി, ഞാനത് കംപ്ലീറ്റ് ഒരൊറ്റ ടേബിളിലാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റേഡിയോ വേവ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വരുന്നത് ആക്സലറേറ്റിംഗ് ചാർജസ് വഴിയാണ്. അതിൻ്റെ യൂസസ്, മെയിൻ യൂസസ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ സെല്ലുലാർ ഫോൺസ്. ഇനി മൈക്രോവേവ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, ഗൺ ഡയോഡ് പോലെയുള്ള വാക്യൂം ട്യൂബ്സ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഒന്ന് അവൻ, മൈക്രോവേവ് അവനാണ്. അതേപോലെ തന്നെ റഡാറിൽ എയർക്രാഫ്റ്റ് നാവിഗേഷൻ ആണ് കേട്ടോ. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് വരുന്ന സമയത്ത് ഹോട്ട് ഒബ്ജക്ട്സ് ആൻഡ് മോളിക്യൂൾസ് ആണ് ഈ ഇൻഫ്രാറെഡ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് ആലോചിക്കേണ്ടത്, ഈ ഇൻഫ്രാറെഡ് വേവ്സിനെ നമ്മൾ ഹീറ്റ് വേവ്സ് എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫ്രാറെഡ് വേവ്സ് പോയിട്ട് ഏതൊരു ഒബ്ജക്റ്റിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഹീറ്റപ്പ് ചെയ്യും. ഓക്കെ, ആ ഒബ്ജക്റ്റ് മാത്രമല്ല അതിൻ്റെ സറൗണ്ടിങ്സും എന്ത് ചെയ്യും, ഹീറ്റപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ ഹീറ്റ് വേവ്സ് എന്നും വിളിക്കാറുണ്ട്. ഭയങ്കര ചൂടാനാണ്. അതിന് മെയിൻ യൂസ് എന്ന് പറയുന്നത് ഒന്ന് റിമോട്ട് കൺട്രോൾ, അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ മെയിൻ റോൾ ഉള്ളത് IR വേവ്സിനാണ്. അതേപോലെ നൈറ്റ് ഫോട്ടോഗ്രാഫി, ഫിസിക്കൽ തെറാപ്പിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ ഹീറ്റിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് എമിറ്റഡ് ബൈ എക്സൈറ്റഡ് ആറ്റംസ് ആൻഡ് ഗ്ലോയിങ് ഓബ്ജക്ട്സ് വഴിയാണ് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് യൂസസ് പറയുമ്പം നമ്മൾക്കുള്ള എല്ലാ യൂസസും വിസിബിൾ ലൈറ്റിൻ്റെ യൂസസ് ആണ്. അതായത് നമ്മുടെ കണ്ണിന് സെൻസിബിൾ ആയിട്ടുള്ള ഏക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഏത്, വിസിബിൾ ലൈറ്റ്. അതന്നെ എൻ്റെ ഏറ്റവും വലിയ യൂസ് കേട്ടോ. ഇനി അടുത്തത് അൾട്രാ വയലറ്റ് അഥവാ UV റേസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ബോഡീസ് ആണ്, ലൈക്ക് സണ്ണിൽ നിന്നാണ് UV റേസ് വരുന്നത്. നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹാംഫുൾ ആണ്, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും, മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അതേപോലെ തന്നെ ഓസോൺ ലെയർ ആണ് നമ്മൾക്ക് ഇതിൽ നിന്ന് വേണ്ടി പ്രൊട്ടക്ഷൻ തരുന്നത്. പക്ഷേ ഈ ഓസോൺ ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ഡിപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഡിപ്ലീറ്റ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. സോ ഈ UV റേസിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ്. പിന്നെ അതുപോലെ ലാസിക് ഐ സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് UV റേസ് ആണ്. അതേപോലെ വാട്ടർ പ്യൂരിഫയേഴ്സിൽ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്നതുകൊണ്ട് വാട്ടർ പ്യൂരിഫയേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, UV റേസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് എക്സ്റേസ് ആണ്. എക്സ്റേസ് എന്ന് പറയുമ്പം അതായത് മെറ്റൽ ടാർഗറ്റിലൂടെ ഒരു ബോംബാർഡിങ് നടക്കുമ്പോഴാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്റേൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ യൂസസ് ആണ് ഭയങ്കരമായിട്ടുള്ളത്. അതേപോലെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ലാറ്റിസ് സ്ട്രക്ചറുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ യൂസ് ചെയ്യാറുണ്ട്. ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ എന്നാണ് എക്സ്റേനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ വിച്ച് EM വേവ് എന്ന് ചോദിക്കാം. അപ്പോൾ അത് എക്സ്റേ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഗാമ റേസ്. ഗാമ റേസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴിയാണ്. മെയിൻ യൂസസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ഫുഡ് പ്രിസർവേഷനും ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം കാര്യമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയോ, എക്സ്റേസിൻ്റെ കേസിലാണ്. ഓക്കെ, ശരിക്കുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എക്സ്റേസിൻ്റെ കേസിലാണ്. പക്ഷേ ഗാമൻ്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. അതായത് ഗാമക്കാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നമ്മളുടെ എക്സ്റേസും എന്ത് ചെയ്യുന്നുണ്ട്, certain ക്യാൻസർ, മെയിനായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ കീമോതെറാപ്പി ഒക്കെ അല്ലേ, അതിനകത്തൊക്കെ നമ്മൾ ഗാമ റേസാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ഫുഡ് പ്രിസർവേഷനുമാണ് ഗാമ റേസിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്റേസും ചില ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ എക്സ്റേ എന്ന് കാണുമ്പോൾ എക്സ്റേക്ക് ക്യാൻസർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എക്സ്റേ പോയിട്ട് കുത്തരുത്. ഗാമ റേസ് ഉണ്ടെങ്കിൽ ക്യാൻസർ ആർക്ക് തന്നെ കൊടുക്കണം, ഗാമയ്ക്ക് തന്നെ കൊടുക്കണം. ഗാമ ഇല്ലെങ്കിൽ മാത്രം ആർക്ക് കൊടുത്താൽ മതി, എക്സ്റേക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ പുറമെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 400 to 700 നാനോമീറ്റർ ആണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പോയിന്റും കൂടിയാണ് എക്സ്റേസിൻ്റെ കണ്ടുപിടിച്ചത് ആരാന്നുള്ളത്. ഏത് സയൻറ്റിസ്റ്റാണ് എക്സ്റേ കണ്ടുപിടിച്ചത്, റോഞ്ചൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അതൊക്കെ 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കാം. സോ ഇത്രയും പാർട്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ വേവ് ഓപ്റ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്സും ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ബാക്കി ഇനി നിങ്ങളുടെ കയ്യിലാണ്. നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്സ് വാങ്ങിക്കുക. സീ യു ദെൻ, ബൈ.